ഹലോ നമസ്കാരമുണ്ട്. വെൽക്കം ടു പഹയൻ മൂവീസ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു 3 ഫോറിൻ ഭാഷകളിലുള്ള സിനിമകൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആക്ച്വലി ഫ്രഞ്ച് സിനിമ, ഫിന്നിഷ് സിനിമ, സ്പാനിഷ് സിനിമയൊക്കെ. ഇപ്രാവശ്യം എനിക്കുള്ളത് ഒരു ഫിന്നിഷ് സിനിമ ഉണ്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട്, ഒരു ഹോളിവുഡ് സിനിമ ഉണ്ട്, പിന്നെ ഒരു ഫ്രഞ്ച് സിനിമയുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള 3 സിനിമകളാണ്. ഞാൻ അതിലെ പ്ലോട്ടിലേക്ക് കിടക്കാം. ഫിന്നിഷ് സിനിമ ഫോളൻ ലീവ്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആക്കി കൗരിസ്മാക്കി എന്നാണ് മൂപ്പരുടെ പേര്. അത് ആക്ച്വലി ഒരു എന്താ പറയുക, ട്രിളജി. ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിലായിട്ട് വരില്ല മര്യാദയ്ക്ക്. ഇംഗ്ലീഷ് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്, ചിലപ്പോൾ ആ വാക്കുകൾ വരും. മലയാളം ഇംഗ്ലീഷും കൂടി ആവുന്ന സമയത്ത് ഇംഗ്ലീഷ് വാക്ക് വന്നു കാണണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു 86-ലും 88-ലും ഒക്കെ റിലീസ് ചെയ്ത ചില സിനിമകളുടെ ഒരു 3rd പാർട്ടാണെന്ന് തോന്നുന്നു 23-ൽ ഇറങ്ങിയിട്ടുള്ള സിനിമ. എനിവേ, ഞാൻ എൻ്റെ കഥ, ഒരു പ്ലോട്ട് ഷെയർ ചെയ്യാം. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കള്ളുകൂട്ടി പ്രശ്നമാണ്. ഒരു ആൽക്കഹോളിക്കാണ്. ആൽക്കഹോളിക്കാണ്, ഇത് സംസാരിക്കുന്നില്ല. അയാൾ കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്, അവിടെ കള്ളുടിക്കുന്നതിൻ്റെ കച്ചറ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാൾ. പിന്നെ ഒരു ഫാക്ടറിയിൽ ജോലി എടുക്കുന്ന ഒരു പെൺകുട്ടി, അതും ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഫാക്ടറിയിൽ ജോലി എടുക്കുന്നു. ആ ഫാക്ടറിയിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ജോലി പോവുകയാണ്, ഇയാളെ പുറത്താക്കുകയാണ്. അങ്ങനെ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ കണ്ടുമുട്ടുകയാണ്. പ്രണയം എന്നൊക്കെ വളരെ സട്ടിലായിട്ടാണ് ഇവരുടെ ഒരു പ്രണയത്തിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളത്. അങ്ങനെ അവരൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. പെണ്ണ് ഇയാൾക്കൊരു അഡ്രസ്സ് കൊടുക്കും, നമ്പർ കൊടുക്കും, നമ്പർ കളഞ്ഞു ഇയാളുടെ. അങ്ങനെ ഇയാൾ ആ പെണ്ണിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എന്താ പറയുക, ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് സിറ്റ് ദെയർ ആൻഡ് ബി ഇമേഴ്സ്ഡ് ഇൻ ദാറ്റ് മൂവി. എനിക്ക് അങ്ങനെയാണ് ആ സിനിമ കണ്ടത്. പിന്നെ ഈ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇത് എൻ്റെ ഐപാഡിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ചില സിനിമകളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തിയേറ്ററിൽ പോകണം, അല്ലെങ്കിൽ ഫോണൊന്നും അടുത്തുണ്ടാവരുത്, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ചിലപ്പം വളരെ സ്ലോ ആണ് സിനിമ എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ സിനിമ തുടങ്ങി അത് ചിലപ്പോൾ ചില സീനുകളൊക്കെ തന്നെ ഒരാൾ ദൂരത്ത് നിന്ന് നടന്നു വരുന്നത് കംപ്ലീറ്റ് നോക്കി കാണേണ്ടി വരും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ കണ്ടപ്പോൾ 2 പേർക്ക് പ്രണയം, പക്ഷെ ആ പ്രണയം ശരിക്കും പറയാൻ പറ്റുന്നില്ല. എങ്ങനെയാണത് പറയേണ്ടതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇതെങ്ങോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ പരിസമാപ്തി എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അവർക്ക് ധാരണയില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ അധികം ഡയലോഗ്, ബഹളം, സാധനങ്ങൾ. വളരെ 2 ആൾക്കാരുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ദ 2 ക്യാരക്ടേഴ്സ് ഇൻ ദ മൂവി, ദ ആർ നോട്ട് വെരി എഡ്യൂക്കേറ്റഡ്, ദ ആർ നോട്ട് വെരി ഔട്ട് ഗോയിങ്, ദ വെരി 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 സിമ്പിൾ പീപ്പിൾ. ആൻഡ് അവർക്കൊക്കെ വീക്ക്നെസ് ഉള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരല്ല, വീക്ക്നെസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സിനിമയെ കാണുമ്പം ലേശം വീക്ക്നെസ്സൊക്കെ ഉള്ള ആൾക്കാരുടെ സിനിമ കാണുമ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീക്ക്നെസ് ഉള്ളതുകൊണ്ട് ഈ വീക്ക്നെസ് ഉള്ള ആൾക്കാരുടെ കഥാപാത്രങ്ങളുമായി നമുക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഈ അജാന ബാഹുവായിട്ടുള്ള ബാഹുബലി ടൈപ്പ് ആൾക്കാരുമായിട്ട് നമുക്ക് ചിലപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാണുമ്പോൾ ഒരു ആവേശമൊക്കെ വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫോളൻ ലീവ്സ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ, ഒരു വളരെ സ്ലോ മൂവി താല്പര്യമാണെങ്കിൽ, ഐ തിങ്ക് ഫോളൻ ലീവ്സ് ഇസ് എ ഗുഡ് മൂവി. അടുത്ത സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. നമ്മളെ എന്തായാലും പേര്, ഈ പേരടയ്ക്കാൻ അങ്ങോട്ട് ഇതാവില്ല, റോബിൻ വില്യംസ്. എങ്ങനെ പേര് മറക്കുക? റോബിൻ വില്യംസ് ശരിക്കും ഞാൻ താമസിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലാണ്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ജനിച്ച് വളർന്ന ആളാണ് റോബിൻ വില്യംസ്. റോബിൻ വില്യംസ് വർഷങ്ങൾക്ക് മുമ്പെയാണ്, കുറച്ച് കാലം മുമ്പെയാണ് ആത്മഹത്യ ചെയ്തത്, 60-ാം വയസ്സിൽ. ഇത് 1984 എടുത്തൊരു സിനിമയാണ്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ എന്നൊക്കെ പറയാം. നമ്മളെ മോസ്കോ ഓൺ ദ ഹഡ്സൺ. അപ്പോൾ റഷ്യൻ കോൾഡ് വാറിൻ്റെ സമയമാണ്. റേഗണാണ് ഇവിടെ. കോൾഡ് വാറിൻ്റെ സമയമാണ്. റഷ്യക്കാരായിട്ട് വലിയ പ്രശ്നമാണ്, 2 പേരും യുദ്ധമാണ്, പ്രശ്നങ്ങളാണ്. യുദ്ധം വരാതിരിക്കാൻ വേണ്ടി കോൾഡ് വാർ, ഹോട്ട് വാറല്ല, കോൾഡ് വാർ. അപ്പം ഒരു നമ്മുടെ ഒരു ആർട്ടിസ്റ്റാണ്
റഷ്യയിലുള്ള. അപ്പോൾ ഇയാൾ സാക്സഫോണിസ്റ്റാണ്. സാക്സഫോൺ എന്ന് പറഞ്ഞ സംഭവമല്ലേ, സാക്സഫോണിസ്റ്റാണ് റഷ്യയിൽ. അങ്ങനെ റഷ്യൻ ട്രൂപ്പ് ഒരു ഇൻ്റർനാഷണൽ ആർട്ട് ഈവൻറ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിലേക്ക് വരികയാണ്. അപ്പം റോബിൻ വില്യംസിൻ്റെ ഒരു സുഹൃത്തിന് ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, ഇവിടുന്ന് ഡിഫെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാം, ഇനി ഞാൻ റഷ്യയിലേക്ക് തിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ജീവിക്കാം. അങ്ങനെയൊക്കെ ധാരാളം ആൾക്കാർ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ വന്ന് ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആ ഒരു കാലത്തൊരു ഡിഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവർ ചാരന്മാരെ വെച്ചിട്ടുണ്ട്, ആരാണ് ഡിഫെക്റ്റ് ചെയ്യുന്നത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പം ചെറിയ ചില സാഹചര്യങ്ങൾ കാരണം നമ്മുടെ റോബിൻ വില്യംസിൻ്റെ ഫ്രണ്ട് ഇവിടെ ഡിഫെക്റ്റ് ചെയ്യണം എന്നുള്ള, അതായത് റഷ്യയിൽ പോകാണ്ട് ന്യൂയോർക്കിൽ മുങ്ങണം എന്ന് വിചാരിച്ച ആൾക്ക് പകരം റോബിൻ വില്യംസ് ഡിഫെക്റ്റ് ചെയ്തിട്ട് മുങ്ങി ഒരു ഇമിഗ്രേഷൻ അറ്റേർണി വഴി ഇവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അയാളുടെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അയാൾ ന്യൂയോർക്കിൽ ജീവിക്കുമ്പോൾ ഇംഗ്ലീഷൊക്കെ കുറച്ചേ അറിഞ്ഞുള്ളൂ, റഷ്യനാണ് കൂടുതൽ അറിയുന്നത്, റഷ്യൻ ഭാഷ അറിഞ്ഞുള്ളൂ. അപ്പം അങ്ങനെ അയാൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് അയാൾ നാവിഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്, ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. കാരണം എല്ലാവരും ഒരു തോണിയിലാണ്, അവരെല്ലാവരും വന്നിട്ട് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. വെരി വെരി സ്വീറ്റ് വാം മൂവി. എന്തൊക്കെ ടു വാട്ട് ഓൾ ലെങ്ത്സ് ആൾക്കാർ, ഇപ്പം നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ചിന്ത എന്താണെങ്കിലും ഏതൊരു രാജ്യത്തും ഒരു ഭരണകൂടം ഭയങ്കര ഓട്ടോക്രാറ്റിക് ആവുകയാണെങ്കിൽ, അതിപ്പം ഫാസിസ്റ്റ് ഭരണകൂടമായാണെങ്കിലും ഒരു സ്യൂഡോ ഡെമോക്രാറ്റിക് ഭരണകൂടമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടമാണെങ്കിലും എങ്ങനെയാണെങ്കിലും മനുഷ്യന്മാരെ അടക്കി അവിടുത്തെ പ്രജ എന്നുള്ളൊരു വാക്ക് തന്നെ ഉപയോഗിക്കുന്ന ഈ ഫാസിസ്റ്റും രാജഭരണത്തിലൊക്കെയാണ്. അവിടുത്തെ സിറ്റിസൺസ് അല്ലല്ലോ പ്രജ. അപ്പോൾ സിറ്റിസൺസിനെ അടക്കി ഭരിക്കാൻ നോക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുന്ന് ഫ്രീഡമിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ അവസാനം അമേരിക്കയുടെ ജീവിതത്തിലേക്ക് കടന്നിട്ട് അമേരിക്കയിലെ ജീവിതത്തിൻ്റെ ന്യൂവാൻസസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന സമയത്ത് ഇയാൾ ചോദ്യമുണ്ട്, എന്താണ് ഞാൻ അമേരിക്കയിൽ കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ റഷ്യയിൽ നിന്ന് കിട്ടിയോ എനിക്ക്, എന്താണ് സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള ചില ചിന്തകളിലൂടെ ഇയാൾ പോകുന്നതും കൂടെയാണ്. അതായത് നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വിടുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രശ്നമാണ് നമ്മളെ ബാധിക്കുന്നത്. പുതിയൊരു സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളില്ലേ എന്നുള്ളതല്ല. കുറേ കാലം അവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വന്നതെന്നുള്ള ചോദ്യം. പക്ഷേ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതിൻ്റെ ഒരു സംഭവമല്ല. മനുഷ്യന് എപ്പോഴും മുൻപ് അനുഭവിച്ച ചില സാധനങ്ങൾ മറക്കാനും ഇപ്പോൾ അനുഭവിക്കുന്ന സാധനങ്ങൾക്ക് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ എനിവേ, മോസ്കോ ആൻഡ് ഹഡ്സൺ ഇത് ഞാൻ കണ്ടത് നെറ്റ്ഫ്ലിക്സിലാണ്. പക്ഷേ അത് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. കാരണം ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഇതൊരു നല്ല സിനിമയാണ് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ആ സിനിമ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നില്ല. 84 സിനിമയാണ്. സംടൈംസ് ഇത് ചിലപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആവാൻ മതി പെയ്ഡായിട്ട് കാണാൻ. സോ യു ക്യാൻ ട്രൈ മോസ്കോ ഇൻ ഹഡ്സൺ. അടുത്ത സിനിമ ദ യങ് ലിeutenant എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അതൊരു പോലീസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ്, ഫ്രഞ്ച് സിനിമയാണ്. പോലീസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ടാമത്തെ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ഒരു യങ് ആയിട്ടുള്ളൊരു പോലീസുകാരൻ. അയാളുടെ ആ ഒരു സിസ്റ്റത്തിലേക്കും ആ ജോലിയിലേക്കും ഒക്കെ അയാൾ പ്രവേശിക്കുകയും അതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. കുറച്ചൊരു ഡോക്യുമെൻ്ററി രീതിയിൽ വളരെ ഡിഫറൻ്റായിട്ട് എടുത്തൊരു സിനിമയും കൂടിയാണ്. ആ ഒരു പ്രൊസീജിയറൽ എന്നുള്ളൊരു സിനിമ പറയുമ്പോൾ തന്നെ ഒരു പോലീസ് പ്രൊസീജിയറിൻ്റെ ഭാഗമായി, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ചില അനാസ്ഥകൾ കാരണം ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ എങ്ങനെ വ്യക്തികളെ ബാധിക്കുന്നു, അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്നു എന്നതും കൂടിയാണ് ഇതിൻ്റെ സംഭവം. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റലി മോശമായിട്ടുള്ള ആൾക്കാരല്ല. നമ്മളൊക്കെ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ചിലത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും വളരെ നെഗറ്റീവായി പോകുന്നതിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ട്.
ഗംഭീര പെർഫോമൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സാഡാണ് ദ മൂവി. കാരണം എനിക്ക് സിനിമയൊക്കെ കാണുന്ന സമയത്ത് ലേശം വിഷമമൊക്കെ വരുന്ന കൂട്ടത്തിലാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ, അതായത് നമ്മളുടെ ജീവിതവുമായി വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ചില കഥകളാവുമ്പോൾ സമയത്ത് നമുക്ക് പലപ്പോഴും ആ സിനിമ കാണുന്ന സമയത്ത് ഇറ്റ് കൈൻഡ് ഓഫ് ഇമ്പാക്ട്സ് അസ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ സിനിമ യങ് ലിeutenant. ആൻഡ് നിങ്ങൾക്ക് ആ മൂന്ന് സിനിമകളും മോസ്കോ ഇൻ ഹഡ്സൺ ഇസ് എ വെരി കോമഡി ബട്ട് ഇൻഡെപ്തായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഫാളൻ ലീവ്സ് ഇസ് റൊമാൻറ്റിക് ബട്ട് നോട്ട് എ കോമഡി, കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള സ്ലോ സംഭവമാണ്. പിന്നെ യങ് ലിeutenant ഇസ് ഒരു പോലീസ് സ്റ്റോറി എന്നുള്ളത് ആക്ഷനൊന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ഒരു ത്രില്ലർ അതിലുണ്ട് വിത്ത് എ ഗുഡ് എമൗണ്ട് ഓഫ് സാഡ്നെസ് ആൻഡ് സോറോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തത് വേറെ ചില സിനിമകളെ പറ്റി പറയാം. ഐ വിൽ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. നവനങ്ങനായിട്ട്.